അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയി. അപ്പോൾ കുർബാനയുടെ സമയമായിരുന്നു. ഞാൻ പള്ളിയിലേക്ക് പോകണ്ട. ഞങ്ങളുടെ പള്ളിയിൽ ദുഃഖ്രാന പെരുന്നാൾ വരാൻ പോണതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പന്തലൊക്കെ ഇട്ടേക്കാണ് ഫുള്ളായിട്ട്. പന്തലിൽ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തിയിട്ടാണ്. നല്ല മഴ വരാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ പോലെയല്ല, ഇത് എന്തായാലും പെയ്യുമെന്ന് എനിക്ക് തോന്നണം. എന്തായാലും മഴയ്ക്ക് സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മുടെ ഡോഗ്സിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നേക്കണ്ട. അവർക്ക് നേരത്തെ കോഴിക്ക് തീറ്റ കൊടുത്തപ്പോൾ അവർക്ക് കൊടുത്തില്ലായിരുന്നു. അപ്പം ഇനി അവർക്ക് തീറ്റയൊക്കെ കൊടുക്കണം. മഴ പെയ്യാണ്ടിരുന്നാൽ നന്നായിരുന്നു. മഴ പെയ്താൽ അല്ലെങ്കിൽ എൻ്റെ പണികളൊന്നും നാളെ നടക്കില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് താഴത്തെ പറമ്പിൽ അവിടെയൊക്കെ പുല്ല് ക്ലീൻ ചെയ്യാനും ഒക്കെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. മഴ പെയ്യാണ്ടിരിക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ. പിന്നെ ഇന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു. ആരും ഹാപ്പി ഫാദേഴ്സ് ഡേ ഒന്നും പറഞ്ഞില്ല. ഇന്ന് ലീച്ചേച്ചി ഫാമിലിയൊക്കെ പോകുന്ന തിരക്കിൽ എല്ലാവരും മറന്നുപോയി. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. നിങ്ങൾ കാണുമ്പോഴേക്കും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എല്ലാവർക്കും ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ ഇനി വരും വീഡിയോകളൊക്കെ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. കാരണം നമ്മുടെ ഈ ബാച്ച് എല്ലാത്തിനെയും ഇതേ മാറ്റാൻ പോവാണ്. വേറെ എവിടേക്കല്ല, മിടുവിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ എല്ലാവരും മിടുവിൻ്റെ വീട്ടിലേക്ക് ദിവസങ്ങളിൽ യാത്രയാവും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഇവിടെ ആകെ അങ്ങട് കണ്ടം പോലെയാക്കി ഇവര് ചെളി കൊണ്ട്. താറാവിന് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. വന്നാലും കോഴികൾ ഈ സൈഡിലൊക്കെ വെച്ചാൽ അവിടെ കണ്ടോ 2 ലെവലായി. ആ ലെവലിലുണ്ടായിരുന്ന പറമ്പ് ഇവിടെ ഇത്ര സ്ഥലം കുഴിഞ്ഞു. ഇപ്പൊ കുറെ നാളായാലും ഇവിടെ കോഴിനെ വളർത്തണം. അപ്പൊ ഇവിടെ കുഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി കിടക്കും. അങ്ങോട്ടും പൂലും ഇങ്ങോട്ടും പൂലാ തരത്തിലായി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇനി മണ്ണ് തട്ടിയത് പൊന്തിച്ചിട്ട് വളർത്താന്നൊക്കെ വിചാരിച്ചത്. പിന്നെ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ അങ്ങനെ വളർത്തി പോയി. അപ്പോൾ എന്തായാലും ഇനി ഇത് ലെവൽ ചെയ്യാണ്ട് ഇവിടെ കോഴിനെ വളർത്തണ്ട എന്നാണ് എൻ്റെ തീരുമാനം. പിന്നെ ഇവിടെ ആകെ ചളവളയാക്കിയിട്ടേ എനിക്ക് ഇവരെ അഴിച്ചു വിടാനും പറ്റണില്ല. ഇവരെ ഉള്ളിലിട്ട് കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ കാണിച്ചില്ല, എല്ലാവരും കൂടിൻ്റെ ഉള്ളിൽ അടച്ചു വെക്കാറ്. അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമല്ല. ഇവരെ ഞാൻ അഴിച്ചു വിട്ട് വളർത്തിയിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ മിടുവിൻ്റെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിൽ ഡാഡി കൂടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടൊക്കെ സെറ്റായി കഴിയുമ്പോൾ എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകും. വരും വീഡിയോയിൽ ഇവരൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ ഫാദേഴ്സ് ഡേ ആയിട്ട് ആരും ഗിഫ്റ്റ് ഒന്നും തന്നില്ല പറഞ്ഞല്ലോ. വീട്ടിൽ വന്നപ്പോൾ ഗ്രേസിന്റെ കാർഡ് ഉണ്ടാക്കി വെച്ചേക്കണം. ഹാപ്പി Father's Day. You are the best dad in the world. I am very lucky to have you. Love you so much. ഞാൻ ഈ 2 എനിക്ക് ഇതുകൂടി വായിക്കട്ടെ. From Grace I love you. Happy Father's Day. സൈൻ ചെയ്യണോ കിട്ടിക്കഴിഞ്ഞാൽ? നിന്നെ മോങ്ങണേ. നിന്നെ മോങ്ങണേ. ഞാൻ ഈ 2 കവറിലോട്ട്. താങ്ക് യു ഗ്രേസ്, താങ്ക് യു. ഇതിന്റെ ഉള്ളിൽ ഈ കവർ വെച്ചിട്ട് എന്നിട്ട് അമ്മ ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ പറഞ്ഞില്ല. നീ പറയാൻ പാടില്ല. നീ ഡാഡിനെ വിളിച്ചു പറഞ്ഞോ? ഇപ്പൊ പറയണം, വിളിക്ക് ഡാഡിനെ വിളിച്ച് പറയും. ശരിക്കും മറന്നുപോയില്ല നമ്മളെല്ലാരും. ഹാപ്പി ഫാദേഴ്സ് ഡേ അപ്പച്ച. അപ്പൊ എനിക്ക് സൈൻ ചെയ്യാൻ തന്നില്ലല്ലോ ഒന്നും. പിടിക്ക് അല്ലെങ്കിൽ ഇപ്പൊ സൈൻ ചെയ്ത് മാറിപ്പോ. താങ്ക് യു. വേറെ റബ്ബർ വരുമോ? ഇങ്ങനത്തെ പണ്ട് പെൻസിൽ ഉണ്ടായിരുന്നു. അപ്പേക്ക് പെൻസിലോ തീരില്ല കേട്ടാ. ആള് കാണിക്കാൻ എത്തിയിട്ടുണ്ട്. എന്താണ് കാണിക്കേണ്ടത്? സ്റ്റീവിന്റെ കാറാ, ബ്ലൂ കാറാ. എന്റെ പൊന്നി സ്റ്റീവിന്റെ. പിന്നെ ഇവിടെ ഒരു മിഷൻ കണ്ണുള്ളൊരു വണ്ടിയുണ്ട്.